തട്ടുകടയിൽ സ്ഥിരം കാണുന്ന ഒരു ചായക്കടയാണ് മസാല ബോണ്ട. അപ്പൊ ഈ മസാല ബോണ്ട നമുക്കൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണിത്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? അതിനായി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാനൊരു 2 സവാള ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഈ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഈ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വേഗം ഒന്ന് വാടി വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ഇത് നല്ലോണം മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പൊ കറിവേപ്പില ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും സവാളക്കൊക്കെ. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളകിന്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന്റെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കുക്കറിൽ ഒരു 3 വിസിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. വെള്ളം ഒട്ടും ഇല്ലാതെയാണ് ഇതൊന്ന് ഈ മസാല ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഈ മസാലയിലേക്ക് നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് കുറഞ്ഞത് കൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഒന്ന് ചൂടാറിയാൽ നമുക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാനിതാ ഇതെല്ലാം ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം. അപ്പം മൈദയും അതേപോലെ കടലപ്പൊടിയും ചേർത്തിട്ടുള്ള ഒരു ബാറ്ററാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദപ്പൊടി. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളകിന്റെ പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം കുറേ ആകാൻ പാടില്ല. കുറച്ച് കട്ടിക്ക് വേണം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ. അപ്പോൾ ഞാനിതാ ഇതേപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിത് ഈ ബാറ്ററിലൊന്ന് ഈ ബോൾസ് ഒന്ന് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണിത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സും കൂടിയാണിത്. അപ്പം ഞാനിതാ ഇതേപോലെ എല്ലാം ഇങ്ങനെ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ എല്ലാം ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം
അടിഭാഗം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് ഒന്ന് മേൽഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഒരു 2-3 മിനിറ്റ് മതി. ഇത് വേഗം ഒന്ന് ഫ്രൈ ആയി വരും. അപ്പൊ ഇതാ തിരിച്ചും മറിച്ചിട്ടിട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു അടിപൊളി മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് വൈകുന്നേരം ചായക്കൊക്കെ വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ കമന്റും കൂടി പറയണേ. ഓക്കെ ബൈ.